പേരെന്താണ്? വെങ്കിട്ടനാരായണൻ. അപ്പടെ പേരെന്താണ്? ബിനോയ് സുബ്രഹ്മണ്യം. അമ്മയുടെ പേരെന്താണ്? എന്തോ? അനുജ ബിനോജ്. തനുജ. തുടക്കത്തില് പറയുക മൈക്ക് നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം. അച്ഛൻ എന്താ ജോലി? നേരത്തെ എന്തായിരുന്നു? ആയുർവേദ തെറാപ്പിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ആയുർവേദ തെറാപ്പി നിർത്തിയതിന് വെച്ച് ഓട്ടോ തെറാപ്പിസ്റ്റ് ആയി. അതെ. വൈഫ് എന്ത് ചെയ്യും? അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ വീട്ടില് പാപ്പൊക്കെ ഉണ്ടാക്കി വെക്കുന്നു. വീട്ടിൽ പാപ്പൊക്കെ ഉണ്ടാക്കി വെക്കുന്നു. എന്നാലും അമ്മയ്ക്കൊരു ജോലി കാണുമല്ലോ. എന്തെങ്കിലും ജോലി ഉണ്ടോ? യോഗ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് യോഗക്ക് വരുന്നുണ്ട്. അത് പഠിക്കാനും വേണം ഒരു യോഗം അല്ലേ? അത് യോഗ പഠിക്കുന്നത് നല്ലതാണ്. ആയിക്കോട്ടെ. നമ്മൾ ഇനി ചോദിക്കുന്നത് ചെറിയ കുട്ടികളോട് ഒരിക്കലും വലിയ കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ലെന്നാണ് പൊതുവെ പറയാറ്. പക്ഷെ ഞാൻ പറയുന്നത് ചെറിയ കുട്ടികൾ വലിയ ആൾക്കാരോട് ചോദിക്കുന്ന ചോദ്യം വളരെ വലുതാണ്. അപ്പം അതുകൊണ്ട് വലുതാവുമ്പോൾ ചിലപ്പോൾ എനിക്കിത് ചോദിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ചെറിയ പ്രായത്തിലെ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ പേരെന്താ? നമ്മുടെ കൺട്രിയുടെ പേരെന്താ? നമ്മുടെ രാജ്യത്തിന്റെ പേരെന്താ? ഇന്ത്യ. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരാണ്? മൻമോഹൻ സിംഗ്. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പേരെന്താ? ബാരക് ഒബാമ. ഈജിപ്ത് പ്രസിഡന്റിന്റെ പേരെന്താ? പോട്ടെ. പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ പേരെന്താ? മുഹമ്മദ് മുർസി. ശരിയാ, അത് ഈജിപ്ത് പ്രസിഡന്റിന്റെ പേര്. പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ പേര് മംനൂൻ ഹുസൈൻ. തല മുതൽ അതല്ല നമ്മുടെ ഇവിടെ കാല് വരെയുള്ള അല്ലെങ്കിൽ ഇവിടെ അടിവരെയുള്ള പ്രധാന ബോൺ ഏതാണ്? സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് അപ്പുറം ഇപ്പുറമുള്ള നാടി ഏതാണ്? കേരള ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ശ്വസിക്കുന്ന ബ്രീത്ത് ചെയ്യാൻ നമ്മൾ ഹ്യൂമൻ ബ്രീത്ത് ചെയ്യുന്നത് എന്താണ്? ഓക്സിജൻ ബ്രീത്ത് ചെയ്യുന്നു. പുറത്തേക്ക് വിടുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ ഇലകളൊക്കെ ആണെങ്കിൽ എന്ത് ശ്വസിക്കും? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് തരുന്നു അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നു. നമ്മൾ എന്താ എടുക്കുന്നത്? ഓക്സിജൻ. അത് കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുന്നു ഇല്ലേ? എത്ര വയസ്സുണ്ട് ഇപ്പോ? 4 വയസ്സ്. 4 വയസ്സുണ്ട്. വായിൽ നിറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് വെച്ചിട്ടുണ്ട്. പഠിക്കാൻ മിടുക്കനാണ്. പഠിച്ചു വലുതാകുമ്പോൾ ആരായി തീരും? പഠിച്ച സയന്റിസ്റ്റ് ആയിട്ട് യോഗത്തിൽ പോയിട്ട് സ്പേസ് എന്താണെന്ന് മനസ്സിലാക്കണം. പഠിച്ച് സയന്റിസ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം സ്പേസിൽ പോയിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പോഴെയുള്ള ചിന്ത അതാണോ മോൻ്റെ ആഗ്രഹം? അല്ലാണ്ട് ഈ കേരളത്തിൽ ഈ അച്ഛൻ്റെ കൂടെ ഈ ഓട്ടോ ഓടിച്ച് നടക്കാനോ നമ്മുടെ കൂടെ യോഗ ക്ലാസ്സിൽ പങ്കെടുക്കാനോ ഒന്നും താല്പര്യമില്ല? അതിൽ താല്പര്യമില്ല. കുഞ്ഞാണെങ്കിൽ ചാപ്പ ഓത്തോടെ കണ്ണിൽ പിടിച്ചിങ്ങനെ ഓട്ടോ ഓടിക്കും. ആണോ? അമ്മ 2-3 കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചേ. അമ്മ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ നോക്കട്ടെ. നമ്മുടെ ബോഡീസിൽ യോഗ പ്രകാരം എത്ര ചക്രാസ് ഉണ്ട്? 7. നമ്മുടെ ബ്രെയിനിലെ പ്രധാനപ്പെട്ട 3 പാർട്സ് ഏതൊക്കെയാണ്? സെറിബെല്ലം, ഒരു സാധനം മുകളിലോട്ട് ഇടുമ്പോൾ താഴോട്ട് വീഴുന്ന എന്തുകൊണ്ടാണ്? ഗ്രാവിറ്റി കണ്ടുപിടിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടൻ. എങ്ങനെയാണ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചത്? അതെ, ഒരു സ്കൂളിൽ പോയിട്ട് വന്നപ്പോ ആപ്പിൾ തീരെ ചോദിച്ചിരുന്നു. അപ്പൊ ആപ്പിൾ താഴത്തി വീണു. അതെന്തുകൊണ്ടാണ്? ഏറ്റവും ഗ്രാവിറ്റി ഉണ്ടാണ്. മഴ പെയ്യുന്ന ക്ലൗഡ്സിന്റെ പേരെന്താ? നിംബോസ്. നമുക്ക് മൂണിൽ പോയി ഓടിക്കളിക്കാൻ പറ്റുമോ? ഇല്ല. എന്താ കാര്യം? വെയിറ്റുള്ള ആൾ 3 എത്ര വെയിറ്റ് കിട്ടും? 1. സ്പേസിൽ പോയ ഫസ്റ്റ് ലേഡി ആരാ? വാലന്റീന തെരഷ്കോവ ഏത് കൺട്രിയിലുള്ളതാണ്? പ്ലെയിൻ കണ്ടുപിടിച്ചത് ആരാണ്? ജെസിബി വേറെ ആൾക്കാരെ കണ്ടുപിടിച്ചു. അല്ല, അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കുറച്ചാൾ കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കുള്ളൂ. അതിന്റെ ആവശ്യങ്ങളൊക്കെ പിന്നീടാ വന്നത്. ആദ്യം കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് പറയാൻ കാര്യം, ചെറിയ പ്രായത്തിൽ അത്തരം കാര്യങ്ങളോട് ഒരു പ്രത്യേക ഗ്രാഹ്യം വരിക എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്.
ഇപ്പോഴേ GK ഒക്കെ പഠിക്കാൻ, ജനറൽ നോളജ് പൊതുവെ പഠിക്കാൻ, ബുക്കുകളുടെ വലിയ വലിയ പേരുകൾ പറയാൻ കൊച്ചു പ്രായത്തിലേ തയ്യാറാവുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് വന്നത്. മിടുക്കനാണ്. മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? LKG ആയാ? ആയി. അപ്പം മിടുക്കനാ. ടീച്ചറുടെ പേരെന്താണ്? ടീച്ചർ. ഷീജ ടീച്ചർക്ക് ഒരു ഹായ്. സ്കൂളിലെ എല്ലാ മിടുക്കന്മാർക്കും ഒക്കെ ഹായ്. അപ്പം മിടുക്കനാവണം, പഠിക്കണം. ഓക്കെ. ആരാ വന്നിരിക്കുന്നത്? പേരെന്താണ്? ഷാരോൺ ആണ് വന്നിരിക്കുന്നത്. ഷാരോൺ ആള് നല്ല മിടുക്കനാണ്. ഷാരോണിന്റെ ഓണക്കോടിയാണ് എടുത്തിരിക്കുന്നത് ഇല്ലേ? എത്ര ഓണക്കോടി എടുത്ത്? 2 എടുത്ത്. കാര്യം ഒന്ന് മോശമായി പോയാലും ഒന്ന് നന്നായി ഇടാം അല്ലേ? പക്ഷെ അങ്ങനെയല്ല. ഉത്രാടം എന്ന് പറയുന്നത് കുട്ടികളുടെ ഓണം, തിരുവോണം എന്ന് പറയുന്നത് വലിയ ആളുകളും കുട്ടികളും ചേർന്നുള്ള ഓണം ഇല്ലേ? ഈ വീട്ടിൽ ഈ പായസമൊക്കെ വെച്ചോ? ആരാ വെച്ചത് പായസം? അമ്മ. അച്ഛന് വെക്കാൻ അറിഞ്ഞൂടെ പായസം? അതെന്താണ്? അച്ഛന് വെക്കാൻ പൊടി വേണം. പൊടി വേണമെന്നാ? എന്ത് പൊടി? പായസത്തിന്റെ പൊടി. അമ്മയ്ക്ക് അതൊന്നും വേണ്ട. അമ്മയ്ക്ക് പായസത്തിന്റെ പൊടി ഇല്ലെങ്കിലും പായസം വെക്കാൻ അറിയാം. പക്ഷെ അച്ഛന് പായസത്തിന്റെ പൊടി വേണം. പായസം എന്തൊക്കെ ചേർത്താണ് പായസം ഉണ്ടാക്കുന്നത്? തേങ്ങ ഇടും. പിന്നെ പഴം ഇടും. പിന്നെ കരിമ്പിടുവാ? പിന്നെ ഓല ഇടുവാ? പിന്നെ എന്തൊക്കെ ഇടും? മുന്തിരി ഉണ്ട്. ആനക്ക് കൊടുക്കാനാ? ഈ കരിമ്പ് ഓലയും ശർക്കരയും ഒക്കെ കൂട്ടിയിട്ട് പായസം ഉണ്ടാക്കണത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആക്കണേ. എത്ര നേരം പായസം വെച്ചു വീട്ടിൽ? 2 അച്ഛന്റെ പേരെന്താണ്? സണ്ണി. സണ്ണി? സണ്ണി എന്നുള്ളൊരു വണ്ടിയില്ലേ? വണ്ടിയുണ്ട്. എത്ര വണ്ടിയുണ്ട് വീട്ടില്? എന്ത് വണ്ടി മേടിക്കും വലുതാവുമ്പോ? ഇപ്പൊ തന്നെ മേടിക്കും. വീടുണ്ടാ ശരിക്കും? എവിടെയാണ് വീട്? ചാലക്കുടിയിലാ? ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദനച്ചപ്പുള്ള മികാരി പെണ്ണിനെ കണ്ടേ ഞാൻ. എന്താണ് പപ്പക്ക് ജോലി? നെട്ടോട്ടമാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ ജീവിപ്പിക്കാനുള്ള നെട്ടോട്ടമാണോ? കാശം കൊണ്ട് വരുവാ? എന്തും കൊണ്ട് വരും? പാപ്പം കൊണ്ടുവരും. ബായി കൊച്ചാണ്ട് മാണും കത്തണമ്മാ, വയല കത്തിയിട്ട് പാപ്പുണ്ടാക്കണമ്മാ. പാട്ട് കേട്ടിട്ടുണ്ടാ? ചാലക്കുടിയിൽ ഉണ്ടായിട്ട്, ചാലക്കുടിയിൽ ജനിച്ച് വളർന്നിട്ട് ഈ പാട്ടൊന്നും മിന്നാമിനിങ്ങി മിന്നും മിനിങ്ങി ഇങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. ഊഞ്ഞാലാടുവാ? എവിടെയാണ് ഊഞ്ഞാല കെട്ടിയിരിക്കണ? മരത്തുമേല് ഊഞ്ഞാല കെട്ടി. മാവുണ്ട് പണ്ട്, മാവിന്റെ അടിയിൽ ഇങ്ങനെ ഊഞ്ഞാല കെട്ടിയിട്ട് ആടും. അതുപോലെ ഞാനും കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ആട്ടാട്ടി ഊഞ്ഞാലയിൽ. ഞാൻ എൻ്റെ ഭാര്യ ഇരുത്തിക്കൊണ്ട് ഒരു ഊഞ്ഞാലാട്ടി. അത് കണ്ടപ്പോൾ വേറെ അപ്പുറത്തെ വീട്ടിലെ ഭാര്യ വന്നു, അതിനെ ഇരുത്തിക്കൊണ്ട് ആട്ടി. അപ്പം അപ്പുറത്തെ ചേട്ടൻ വന്ന് എന്നെ ഒരാട്ടാട്ടി. അപ്പം അങ്ങനെ ഒരുപാട് ആട്ടുകൾ ഇങ്ങനെ നടന്നു ഇല്ലേ? വലുതാവുമ്പോ ആരാവും? ഡോക്ടറാവും. എന്നിട്ട് എന്തൊക്കെ ചെയ്യും? കുത്തുവെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഡോക്ടർ ആകണം അല്ലേ? കാശൊക്കെ വാങ്ങിക്കോ? എത്ര കാശ് വാങ്ങിക്കും? 2 കാശ്. എല്ലാത്തിനും 2. അച്ഛനും അമ്മയും 2ആണ്, അച്ഛനും അമ്മയും 1ആണ്. അവരിപ്പോഴും 2ആണ്, 1 അല്ല അല്ലേ? അച്ഛൻ ദേഷ്യപ്പെടുമ്പോ അമ്മനോട് വല്ലതും പറയൂ? ആരാ? അമ്മനോട് തല്ലും. അമ്മനോട് തല്ലുവോ? അമ്മനെ തല്ലുവാ? അമ്മ പപ്പനെ തല്ലും, പപ്പ അമ്മനെ തല്ലും. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഓണാക്കോ. അവിടെ നല്ല ഓണത്തല്ല് നടക്കുക. ഈ ഓണക്കോടിയൊക്കെ മേടിച്ചു കൊടുത്ത്, ഓണസദ്യയൊക്കെ വെച്ച് കൊടുത്ത്, മുറ്റത്ത് പൂക്കളെ ഇട്ടിട്ട് അകത്ത് ഓണത്തല്ല് നടക്കുക. ആർപ്പോ എന്നെ വിടറോ അല്ലേ? അമ്മ ദേഷ്യപ്പെടുവാ? അമ്മ എന്തു പറയാ അച്ഛനാ? എന്ത് ചീത്തയാണ് പറയണത്? ഇതിനെന്ത് പറയും? മതിയല്ലേ ഇടാ വിളിച്ചാൽ തന്നെ പണി പാളിയില്ലേ? എത്ര സാർമാരാണെങ്കിലും ഭാര്യ കയറിയിട്ട് എന്ന് വിളിക്കുമ്പോ തന്നെ പണി കിട്ടും. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും? പേടിച്ചിങ്ങനെ മാറിക്കുവാ? കറിയോ അച്ഛൻ? കാണാൻ നല്ല രസമാണോ? അമ്മ ദേഷ്യപ്പെടുമ്പോ മുഖം എങ്ങനെയാണ്? ആരെപ്പോലെ ഇരിക്കും? അപ്പടെ കൂട്ടാ ദേഷ്യപ്പെടുമ്പോഴാ? കള്ളുകുടിയന്മാരാരെങ്കിലും ഉണ്ടോ അവിടെ? കള്ളുകുടി വീട്ടിൽ വെച്ച് കുടിക്കുവാ? ആരാണ് കൂട്ടി കുടിക്കണത്? ഉണ്ടാക്കി കുടിക്കും പപ്പ. മദ്യം ഉണ്ടാക്കുന്ന ഇടപാട്, മദ്യം ഉണ്ടാക്കി കുടിക്കുക. ഉണ്ടാക്കുന്ന മദ്യം വാങ്ങാതെ സ്വയം ഉണ്ടാക്കി കുടിക്കുന്ന
മദ്യപാനമാണടാ മനസ്സിനൊരാനന്ദം, ഒരു തുള്ളി ഉള്ളിൽ ചെന്നാൽ സ്വർഗലോകമാണടാ. ഒരു പാട്ട് എനിക്ക് പാടിത്തന്നേ. എന്ത് മണലി? ആറ്റുമണലിൽ പോയി ഇപ്പൊ പാട്ടുമണലായി. പാട്ടുമണൽ പായൽ അന്തിവയിൽ ചാനന്ന കുഞ്ഞിതുകൾ വീശിന് തോട് കേറി പോവില്ല എന്നാവി തന്നില് എന്നിൽ നന്നിൽ മണ്ണിൽ പോയി മണ്ടാടിക്കുരുവി, എന്നിൽ നന്നിൽ മണ്ണിൽ പോയി മണ്ടാടിക്കുരുവി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പാട്ട്, ഈ പാട്ട് ഇങ്ങനെ എഴുതാം എന്നതിനെ കുറിച്ച് അറിയുന്നത്. പാട്ടെഴുതിയാണ്. പൊറുക്കുക.